എന്താണ് ഡാറ്റ ഫ്ലോ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസൊക്കെ GCC കൺട്രീസിലോട്ടൊക്കെ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ കേൾക്കുന്ന ഒരു വാക്കാണ് ഡാറ്റ ഫ്ലോ എന്നുള്ളത്. ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി സോഴ്സ് ഓഫ് വെരിഫിക്കേഷൻ, അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ജെന്യുവിൻ ആണോ എന്നുള്ളത് ഒരു ഏജൻസിയെ കൊണ്ട്, ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നതാണ് ഡാറ്റ ഫ്ലോ പ്രോസസ്സ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഡാറ്റ ഫ്ലോയിൽ ഉൾപ്പെടുത്തേണ്ടത്? മെയിനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ കൂടെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം സപ്പോസ് ഫാർമസിസ്റ്റൊക്കെ ആണ് കേരളത്തിൽ നിന്ന്, കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ നിന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഡെൻ്റൽ കൗൺസിൽ നിന്നുള്ള, ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ ഡെൻ്റൽ കൗൺസിൽ നിന്നുള്ള. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ കൺട്രീസിലും ഇത് ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് നമ്മുടെ രജിസ്ട്രേഷൻ ഏതൊരു കൗൺസിലിൻ്റെ കണ്ടറിലാണോ നമുക്ക് അവിടുന്നാണ് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആയിട്ട് കിട്ടുക. മെയിൻലി നമുക്ക് ഈ 4 കാറ്റഗറിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഡാറ്റ ഫ്ലോക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കിതെല്ലാം സ്കാൻഡ് PDF ആയിട്ട് നല്ല ക്ലിയർലി സ്കാൻ ചെയ്ത കോപ്പീസ് മതി. ഇതെല്ലാം നമ്മുടെ ഡാറ്റ ഫ്ലോ വെബ്സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ ഫ്ലോക്ക് സബ്മിറ്റ് ചെയ്യാറുള്ളത്. അതുപോലെ പലർക്കുള്ള ക്വസ്റ്റ്യനാണ്, ഡാറ്റ ഫ്ലോ ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ ഉണ്ടായിരിക്കണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് PDF ആയിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ, ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫ്ലോക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ GCC കൺട്രീസിലോട്ടും അതുപോലെ തന്നെ ഓരോ അതോറിറ്റിയുടെ എക്സാമിനും നമ്പർ ഓഫ് ഡോക്യുമെൻറ്റ്സിന് ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇവരുടെ റെഗുലർ പാക്കേജിൽ വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ DHAയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ 2 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, 1 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, 1 ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഇത്രയുമാണ് ഇവരുടെ റെഗുലർ പാക്കേജിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, സപ്പോസ് PG ഡോക്യുമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ 3 ഫെസിലിറ്റിയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് സബ്മിറ്റ് ചെയ്യണം. അതായത് 2ൽ കൂടുതൽ എക്സ്പീരിയൻസ് സബ്മിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. അതുപോലെ 1ൽ കൂടുതൽ എഡ്യൂക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിലാണ് ഇത് വരിക. അപ്പോൾ ഡാറ്റ ഫ്ലോക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ചില ആളുകൾ ജെന്യൂനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും 2 വർഷം 3 വർഷമൊക്കെ ഒരു ഫെസിലിറ്റിയിൽ. പക്ഷേ ഡാറ്റ ഫ്ലോക്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ ഫെസിലിറ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഫെസിലിറ്റി ഉണ്ടായിരുന്ന ലൊക്കേഷന് ചേഞ്ച് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ട് നെഗറ്റീവായി പോവാനോ അല്ലെങ്കിൽ അനേബിൾ ടു വെരിഫൈയിൽ കാറ്റഗറിയിലോട്ട് മാറാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ എക്സാം കാര്യങ്ങൾ, നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം മുൻകൂട്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുക. അതായത് ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇവരോട് പറയും, ഫെസിലിറ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റ് റീസെൻ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കൺസൾട്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഡോക്യുമെൻ്റ് എല്ലാം സബ്മിറ്റ് ചെയ്യുക. വൺസ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രയാസമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻഷുർ ചെയ്യുക ഇതെല്ലാം ജെന്യൂൻ ആണ് എന്നുള്ളത്. പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അവർ അഡീഷണലായിട്ട് ചില ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. അതായത് സാലറി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, നമ്മളവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലോട്ട് വന്ന സാലറി ട്രാൻസ്ഫറിൻ്റെ സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ നമ്മുടെ എൻഡോ സർവീസ്, നമ്മളവിടുന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോ സർവീസ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ നമ്മുടെ ഓഫർ ലെറ്റർ, ആ സമയത്ത് നമ്മുടെ ലൈസൻസ് അതോറിറ്റിയുടെ കീഴിൽ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ പ്രൂഫ്, ഇങ്ങനത്തെ ഈ 4 ഡോക്യുമെൻറ്റ്സിൽ ഏതെങ്കിലും 1-2 ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ചില ആളുകളുടെ അടുത്തൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി, ഈ എക്സ്പീരിയൻസ് റെഡിയാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇൻകേസ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഈ കാൻഡിഡേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ പ്രകാരം എല്ലാ ഡോക്യുമെൻറ്റ്സും അവരുടെ വെബ്സൈറ്റിൽ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡാറ്റ ഫ്ലോൻ്റെ പേയ്മെൻറ്റിൻ്റെ കൂടെ ചില അഡീഷണൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്, വെരിഫിക്കേഷൻ പേയ്മെൻറ്റ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ രജിസ്ട്രേഷൻ അതോറിറ്റിക്കും, ഇപ്പോൾ കുഹാസ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ചാർജ് വേറൊരു എമൗണ്ടാണ്. അതുപോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ സെപ്പറേറ്റ് എമൗണ്ടാണ്. അതുപോലെ മധുര യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ വേറെ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ചിട്ടും ഈ വെരിഫിക്കേഷൻ
വെരിഫിക്കേഷൻ ചാർജിൽ ഡിഫറൻ്റ് ആണ്. അതുപോലെ തന്നെ ലൈസൻസിങ് അതോറിറ്റി കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിനാണെന്നുണ്ടെങ്കിൽ ഇപ്പം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനും കൂടി സെപ്പറേറ്റ് ഒരു എമൗണ്ട് ആണ്. അതുപോലെ ഡെൻ്റൽ കൗൺസിലാണെന്നുണ്ടെങ്കിൽ ഓരോ അതോറിറ്റിക്കും അനുസരിച്ചിട്ട് ഈ വെരിഫിക്കേഷൻ ചാർജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഫ്ലോക്ക് കൊടുക്കേണ്ട പേയ്മെൻ്റ് അല്ല. ഈ പേയ്മെൻറ്റ് നമ്മുടെ അതോറിറ്റിയിലോട്ട് നമ്മൾ പേ ചെയ്യേണ്ട പേയ്മെൻ്റ് ആണ്. ഈ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്ത അതോറിറ്റി നമ്മുടെ ഡാറ്റ ഫ്ലോ ടീമിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ പേയ്മെൻറ്റും ഡാറ്റ ഫ്ലോൻ്റെ കൂടെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്.